ഇനി എന്ത് എന്ന് അന്തിച്ചു നിന്നുപോകാവുന്ന സന്ദർഭത്തെ അല്ലെങ്കിൽ സമാനമായ സന്ദർഭങ്ങളെ കേരളം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ഇന്ത്യക്കാകെയുള്ള പാഠപുസ്തകമാണ്. പ്രതിസന്ധി കാലങ്ങളിലാണ് മലയാളികളുടെ ഒരുമയും നന്മയും കൂടുതൽ പ്രകടമാവുക. ഒത്തുതീർപ്പുകളില്ലാതെ മനുഷ്യനെന്ന ഒറ്റ വികാരത്തിലേക്ക് മലയാളി ഭാവപ്പകർച്ച നേടുമപ്പോൾ. തൊട്ടുമുമ്പത്തെ മണിക്കൂർ വരെയും മതവും ജാതിയും രാഷ്ട്രീയവുമൊക്കെ പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടവർ ദുരന്തമുഖങ്ങളിൽ മറ്റെല്ലാം മാറ്റിവെച്ച് മലയാളി മാത്രമായി മാറും. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. കവളപ്പാറയിൽ, പുത്തുമലയിൽ, കരിഞ്ചോലയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം നമ്മൾ വെറും മനുഷ്യരായി. അതുവരെയും നമ്മൾ കോൺഗ്രസ്സായി, മാർക്സിസ്റ്റായി, സോഷ്യലിസ്റ്റായി, ലീഗായി, മുസ്ലിമായി, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി സമൂഹമാധ്യമങ്ങളിൽ കടിച്ചുകീറുകയായിരുന്നിരിക്കണം. പക്ഷേ മഴയൊന്ന് കനത്തു പെയ്താൽ, മലയൊന്ന് ക്ഷോഭിച്ചാൽ, കാറ്റ് വീശിയടിച്ചാൽ സർവ്വസന്നാഹങ്ങളുമായി നമ്മളിറങ്ങും. രക്ഷാ ഉപകരണങ്ങളും പണിയായുധങ്ങളും യന്ത്രസാമഗ്രികളും വാഹനങ്ങളും വടങ്ങളും അങ്ങനെ കയ്യിൽ കിട്ടാവുന്നതെല്ലാം എടുത്ത് നമ്മൾ മലയാളികളുടെ ഒരിറക്കമുണ്ട്. അതിന് ഒരു കേന്ദ്രത്തിൻ്റെയും ആഹ്വാനം വേണ്ട, ഒരധികാരിയുടെയും അഭ്യർത്ഥന വേണ്ട, ഒരു ഏജൻസിയുടെയും ശിപാർശ വേണ്ട. മനുഷ്യജീവനുകൾക്ക് മലയാളികൾ എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് വീണ്ടും വീണ്ടും വെളിവാകുന്നു വയനാട്ടിൽ.